നമ്മൾ നോക്കാൻ പോകുന്നത് ആനി ഫ്രാങ്ക് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ തൻ്റെ ഫേമസ് ആയ ഡയറിയിലെ ഒരു പാർട്ട് അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ആനി ഫ്രാങ്ക് എന്ന് പറയുന്നത് ഒരു ജർമ്മനിയിൽ ജനിച്ച ഒരു ജൂത പെൺകുട്ടിയായിരുന്നു. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഈ ജർമ്മൻ നാസി സോൾജേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഹോമിസൈഡ് അല്ലെങ്കിൽ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായി കോൺസെൻട്രേഷൻ ക്യാമ്പിലും അങ്ങനെയൊക്കെ ഒളിച്ചു കഴിഞ്ഞ് അവസാനം മരണപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ആനി ഫ്രാങ്ക്. അപ്പോൾ അവരുടെ ഫേമസ് ആയ ഡയറി, ആ ഡയറിയുടെ ഒരു പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. റൈറ്റിംഗ് ഇൻ എ ഡയറി is a really strange experience for someone like me. Not only because I have never written anything before, but also because it seems to me that later on neither I nor anyone else will be interested in musings of a 13-year-old schoolgirl. Oh well, it doesn't matter. I feel like writing, and I have an even greater need to get all kind of things off my chest. അതായത് എന്താണ് ആനി ഫ്രാങ്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റൈറ്റിംഗ് ഒരു ഡയറിയിൽ എൻട്രി അല്ലെങ്കിൽ ഡയറി റൈറ്റിംഗ് എഴുതുന്നതെന്ന് വെച്ചാൽ ഈ ആനി ഫ്രാങ്കിനെ പോലൊരു പെൺകുട്ടിക്ക് ഒരു സ്ട്രേഞ്ച് എക്സ്പീരിയൻസ് ആണ് എന്നാണ് അവർ പറയുന്നത്. കാരണം അവരിതിനു മുമ്പ് ഒന്നും എഴുതാത്തത് കൊണ്ട് മാത്രമല്ല, ഈ 13 വയസ്സുള്ള പെൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടാക്കുമോ എന്നുള്ള ഒരു ഭയം കൂടി അവർക്കുണ്ട്. അപ്പോൾ അതെന്തായാലും ഒരു കാര്യമാക്കുന്നില്ല, അവരെന്തായാലും എഴുതാൻ തീരുമാനിക്കുന്നു. കാരണം അവരുടെ നെഞ്ചിനകത്തെ ഭാരം അവർക്ക് ഇറക്കി വെക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് അവർ ഡയറി എഴുതുന്നത്. പേപ്പർ ഹാസ് മോർ പേഷ്യൻസ് ദാൻ പീപ്പിൾ. I thought of this saying one of those days when I saw feeling a little depressed and was sitting at home with my chin in my hands, bored and listless, wondering whether to stay in or go out. I finally stayed where I was, brooding. Yes, Pepper does have more patience, and since I am not planning to let anyone else read the stiff-backed notebook grandly referred to as a diary, unless I should ever find a real friend, it probably won't make a bit of difference. അപ്പോൾ ആനി ഫ്രാങ്ക് പറയുന്നുണ്ട്, ഒരു പഴയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു എന്താണ് സേയിങ് എടുത്ത് കാണിച്ചവർ പറയുന്നുണ്ട്. കാരണം പേപ്പറുകൾക്ക് മനുഷ്യനേക്കാൾ കൂടുതൽ ക്ഷമയുണ്ട്. കാരണം ഈ 13 വയസ്സുള്ള പെൺകുട്ടി പറയുന്നതൊന്നും മനുഷ്യന്മാർ അത്ര ക്ഷമയോടുകൂടി കേട്ടിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറയുന്നത്. അപ്പോൾ അവർ ഒരു ദിവസം വല്ലാതെ ബോറടിച്ച് വല്ലാതെ ഡിപ്രസ്ഡായി താടിക്ക് കൈയും കൊടുത്തിരുന്ന ദിവസം അവർക്കിത് മനസ്സിലായതാണ്. അതായത് പേപ്പറിന് മനുഷ്യനേക്കാൾ കൂടുതൽ ക്ഷമയുണ്ട് എന്ന് അവർക്ക് മനസ്സിലായതാണ്. എന്തായാലും അവർക്കൊരു റിയൽ ഫ്രണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഡയറി എന്ന് പറയുന്ന കാര്യം ആയിരിക്കും ഒരു എക്സ്റ്റെൻഡ് വരെ അവരുടെ റിയൽ ഫ്രണ്ടായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ആനി ഫ്രാങ്കിന് ഈ ഡയറി മറ്റൊരാളെങ്കിലും കാണുന്നത് അല്ലെങ്കിൽ കാണിക്കാനും ഉദ്ദേശമില്ല. Now I am back to the point that prompted me to keep a diary in the first place. I don't have a friend. അപ്പോൾ ഇപ്പോൾ അവർക്കൊരു പോയിൻ്റ് ഉണ്ട്. എന്ത്? ഡയറിയെ ഫസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ ഡയറി ഒരു ഫ്രണ്ടായി കാണാൻ അവർക്കൊരു പോയിൻ്റ് ഉണ്ട്. കാരണം അവർക്കൊരു റിയൽ ഫ്രണ്ട് ഇല്ല. Let me put it more clearly. Since no one will believe that a 13-year-old girl is completely alone in the world. And I'm not. I have loving parents and a 16-year-old sister, and there are about 30 people I can call friends. I have a family, loving aunts, and a good home. No, on the surface I seem to have everything except my one true friend. All I think about when I am with friends is saying a good time. I can't bring myself to talk about anything but ordinary, everyday things. We don't seem to be able to get any closer, and that's the problem. Maybe it's my fault that we don't confide in each other. In any case, that's just how things are, and unfortunately, they are not liable to change. This is why I have started the diary. ഇപ്പോൾ എന്താ ആനി ഫ്രാങ്ക് തൻ്റെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ തൻ്റെ സിറ്റുവേഷനൊക്കെ ക്ലിയർ ആക്കിയാണ്. ഒരു 13 വയസ്സുള്ള പെൺകുട്ടി ലോകത്ത് എലോണാണെന്നൊക്കെ പറഞ്ഞ് ആരും വിശ്വസിക്കത്തില്ല. അതുപോലെ തന്നെ അവർ പറയുകയാണ്, എനിക്ക് ലവിങ് പാരൻസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് എന്ന് വിളിക്കാവുന്ന 10-30 പേരുണ്ട്, പിന്നെ ആൻറ്റീസ് ഉണ്ട്, ഒരു നല്ല ഹൗസ് ഉണ്ട്, ഇതൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ലാക്ക് ചെയ്യുന്നു. എന്താണ്? ഒരു ട്രൂ ഫ്രണ്ടിനെ ഞാൻ ലാക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, എൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു ട്രൂ ഫ്രണ്ടിനെ ഞാൻ ലാക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആനി ഫ്രാങ്ക് ഡയറി എഴുതാൻ ആരംഭിച്ചത്.
To enhance the image of this long-awaited friend in my imagination, I don't want to jot down the facts in this diary the way most people would do, but I want the diary to be my friend. I'm going to call this friend Kitty. അപ്പോൾ എന്താ ഈ ഡയറിയിൽ കൂടി ആനി ഫ്രാങ്ക് ഒരുപാട് കാലം സ്വപ്നം കണ്ടിരുന്ന അല്ലെങ്കിൽ ഇമാജിൻ ചെയ്തിരുന്ന ഒരു ട്രൂ ഫ്രണ്ടിനെയാണ് ആനിക്ക് കിട്ടിയത്. സാധാരണ എല്ലാവരും ഡയറിയിൽ നിന്ന് നമുക്ക് ഫാക്റ്റ് കുത്തി നിറച്ച് അങ്ങനെ എഴുതാൻ ആനി ഫ്രാങ്ക് ആഗ്രഹിക്കുന്നില്ല. പകരം എന്താണ് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെയാണ് ആനി ഫ്രാങ്ക് ഇവരുടെ അടുത്ത് ഡയറിയുടെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിച്ചത്. അതുപോലെ ഡയറിക്ക് ഒരു പുതിയ പേര് നൽകുന്നുണ്ട്, കിറ്റി. Since no one would understand a word of my stories to Kitty if I were to plunk right in, I had better provide a brief sketch of my life, much as I dislike doing so. അപ്പോൾ എന്താണ് ആനി ഫ്രാങ്ക് തൻ്റെ ലൈഫിൻ്റെ ഒന്ന് ബ്രീഫായിട്ട് അല്ലെങ്കിൽ ഒന്ന് പറയുകയാണ്. തൻ്റെ ലൈഫിൻ്റെ കാര്യങ്ങളും തൻ്റെ ലൈഫിനെ കുറിച്ചുമൊക്കെ ആനി ഫ്രാങ്ക് പറയാൻ ആരംഭിക്കുകയാണ്. My father, the most adorable father I have ever seen, didn't marry my mother until he was 36 and she was 25. My sister Margaret was born in Frankfurt in Germany in 1926. I was born on 12 June 1929. I lived in Frankfurt until I was 4. My father emigrated to Holland in 1933. My mother, Edith Hollander Frank, went with him to Holland in September, while Margaret and I were sent to Aachen to stay with our grandmother. Margaret went to Holland in December and I followed in February, when I was plunked down on a table as a birthday present for Margaret. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാദർ, അതായത് ഇവരുടെ ഫാദർ ആനി ഫ്രാങ്കിൻ്റെ ഫാദർ ഒരു 36 വയസ്സുള്ളപ്പോഴാണ് 25-കാരിയായ ആനി ഫ്രാങ്കിൻ്റെ അമ്മയെ കല്യാണം കഴിക്കുന്നത്. മാർഗറ്റ് അവരുടെ അതായത് ആനി ഫ്രാങ്കിൻ്റെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേര് മാർഗറ്റ് എന്നാണ്. അവർ ജർമ്മനിയിൽ 1926 ഫ്രാങ്ക്ഫർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അതിനുശേഷം 1929 ജൂൺ 12 അതേ ഫ്രാങ്ക്ഫർട്ടിലാണ് ആനയും ജനിക്കുന്നത്. 4 വയസ്സ് വരെ ഇവർ ഫ്രാങ്ക്ഫർട്ടിൽ തന്നെയാണ് താമസിച്ചത്. അതിനുശേഷം എന്ത് ചെയ്തു, 1933 ആയപ്പോഴത്തേക്കും ഇവർ ഹോളണ്ടിലേക്ക് എമിഗ്രേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ആനി ഫ്രാങ്കിൻ്റെ മദർ എഡിത്ത് ഹോളൻഡർ ഫ്രാങ്ക് ഹോളണ്ടിൽ പോയത് സെപ്റ്റംബറിലാണ്. അതിനുശേഷം മാർഗറ്റിനെയും നമ്മുടെ ആനി ഫ്രാങ്കിനെയും ആക്ഷനിലുള്ള ഗ്രാൻഡ് മദറിൻ്റെ ഹൗസിലാണ് ആക്കിയിരുന്നത്. അതിനുശേഷം ഡിസംബറോടെ മാർഗറ്റ് ഹോളണ്ടിൽ പോയി. ഫെബ്രുവരി ആയപ്പോൾ ആനി ഹോളണ്ടിൽ പോയി. I started right away at the Montessori Nursery School. I stayed there until I was 6, at which time I started in the first form. In the 6th form, my teacher was Mrs. Kupres, the headmistress. At the end of the year, we were both in tears as we said a heartbreaking farewell. അപ്പോൾ ആദ്യം ആനി ഫ്രാങ്ക് പഠിച്ചത് മോണ്ടസറി നഴ്സറി സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ്. അപ്പോൾ 6 വരെയാണ് അവിടെ പഠിച്ചത്. അത് അവരുടെ ക്ലാസ് ടീച്ചറുടെ പേര് മിസ്സിസ് കുപ്പേരസ് എന്നായിരുന്നു. ആ വർഷം അവസാനം എല്ലാവരും കണ്ണീരണിഞ്ഞാണ് ഫെയർവെല്ലൊക്കെ നടത്തിയത്. In the summer of 1941, Grandma fell ill and had to have an operation, so my birthday passed with little celebration. അപ്പോൾ 1941 സമ്മറിൻ്റെ സമയത്ത് ഗ്രാൻഡ്മ വയ്യാതാവുകയും ഒരു ഓപ്പറേഷൻ്റെയൊക്കെ ആവശ്യം വരികയും ആ വർഷത്തെ ബർത്ത്ഡേ ഒന്നും ഒരു സെലിബ്രേഷൻ ഇല്ലാതെയാണ് കടന്നുപോയത്. Grandma died in January 1942. No one knows how often I think of her and still love her. This birthday celebration in 1942 was intended to make up for the others, and Grandma's candle was lit along with the rest. അപ്പോൾ ജനുവരി 1942 ആയപ്പോൾ ഗ്രാൻഡ്മ മരിച്ചു. ഇതുവരെ ആർക്കും അറിയില്ല ഗ്രാൻഡ്മയെ എങ്ങനെയാണ് ആനി ഫ്രാങ്ക് ഇഷ്ടപ്പെട്ടിരുന്നതെന്നും ഇപ്പോഴും ഇഷ്ടപ്പെടുന്നതെന്നും ആർക്കും അറിയില്ല എന്നാണ് ആനി ഫ്രാങ്ക് പറയുന്നത്. The 4 of us are still doing well, and that brings me to the present date of 20 June 1942 and the solemn dedication of my dad. ഇപ്പോൾ നമ്മളെല്ലാവരും 4 പേരും, അതായത് ഫാമിലിയിലുള്ള 4 പേരും കുഴപ്പമില്ലാതെ ജീവിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് 20 ജൂൺ 1942. ഇന്ന് മുതലാണ് ഞാൻ ഡയറി എഴുതാൻ ആരംഭിക്കുന്നത്.
ഡയറിയിലേക്ക് കിടക്കാം. Dearest Kitty, our entire class is quaking in its boots. The reason, of course, is the forthcoming meeting in which the teachers decide who will move up to the next form and who will be kept back. Half the class is making bets. Gian and I laugh ourselves silly at the two boys behind us, Cian and Jacques, who have staked their entire holidays saving on their bet. From morning to night, it's you are going to pass. No, I am not. Yes, you are. No, I am not. Even G's pleading glances and my angry outbursts can't calm them down. If you ask me, there are so many dummies that about a quarter of the class should be kept back. But teachers are the most unpredictable creatures on earth. അപ്പോൾ എന്താണ് പറയുന്നത്, കിറ്റിയുടെ അടുത്ത് പറയുകയാണ് ഇന്നൊക്കെ അതായത് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ കോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വളരെ നെർവസും ഫിയറുമായിട്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇനി വരാനിരിക്കുന്ന മീറ്റിങ്ങിൽ തീരുമാനിക്കും ആരൊക്കെ അടുത്ത ക്ലാസ്സിലേക്ക് പോകണം, ആരൊക്കെ ഈ താഴത്തെ ക്ലാസ്സിൽ തന്നെ നിൽക്കണം എന്ന് തീരുമാനിക്കും. അപ്പോൾ ഞാനും ജിയൻ എന്ന് പറയുന്നത് നിങ്ങൾ പെൺകുട്ടിയുടെ പേരായിരിക്കാം, ബേക്കിലിരിക്കുന്ന സിഎന്നെയും ജാക്കസിനെയും കണ്ട് എന്നും ചിരിക്കുക അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കണ്ട് ഇരിക്കുകയാണ് പതിവ്. കാരണം അവരെന്നും ബെറ്റ് വയ്ക്കും, ഞാൻ പോകും നീ പോകും, അല്ലെങ്കിൽ നീ പോവില്ല എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞ് എന്നും ബെറ്റാണ്. അപ്പോൾ ആനി ഫ്രാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്ലാസ്സിലെ കാൽഭാഗത്തോളം, അതായത് 25% ആൾക്കാരും ഡമ്മീസാണ്. അവരെ ഈ ക്ലാസ്സിൽ തന്നെ നിലനിർത്തണം, അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ആനി ഫ്രാങ്ക് പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം ടീച്ചേഴ്സാണ് ലോകത്തിലെ ഏറ്റവും അൺപ്രഡിക്റ്റബിൾ ആയ ക്രീച്ചേഴ്സ് എന്നാണ് ആനി ഫ്രാങ്കിൻ്റെ പക്ഷം. I am not so worried about my girlfriends and myself. We will make it. The only subject I am not sure about is maths. Anyway, all we can do is wait. Until then, we keep telling each other not to lose heart. അപ്പോൾ ആനി ഫ്രാങ്ക് പറയുന്നുണ്ട്, ഞാനോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോ പെൺകുട്ടികളോ ഒന്നും ഫെയിൽ ആവാനോ അവിടെ ഇരിക്കാനോ സാധ്യതയില്ല. അവരെല്ലാവരും അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടാനാണ് സാധ്യത. ആനി ഫ്രാങ്കിന് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരേ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാത്സ് ആണ്. എന്തായാലും അത് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരേ കാര്യം വെയിറ്റ് ചെയ്യുകയാണ്. അതായത് എന്താണ് സംഭവിക്കുക എന്നോ വെയിറ്റ് ചെയ്ത് കാണുകയാണ് ഇനി ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. I get along pretty well with all my teachers. There are 9 of them, 7 men and 2 women. Mr. Keesing, the old fogey who teaches maths, was annoyed with me for ages because I talk so much. After several warnings, he assigned me extra homework, an essay on the subject, a chatterbox. What can you write about that? I had worried about that later. I decided. I jotted down the title in my notebook, tucked it in my bag and tried to keep quiet. അപ്പോൾ ആനി ഫ്രാങ്ക് പറയുന്നുണ്ട്, ഞാനും ടീച്ചേഴ്സുമായിട്ടുള്ള ബന്ധമൊന്നും അത്ര മോശമൊന്നും അല്ല. അവിടെ 9 ടീച്ചേഴ്സുണ്ട്, 7 പുരുഷ ടീച്ചേഴ്സും 2 വിമൻ ടീച്ചേഴ്സുമാണ് ഉള്ളത്. മിസ്റ്റർ കീസിങ് എന്ന് പറയുന്ന ആ ഓൾഡ് ഫാഷൻ മനുഷ്യനാണ് മാത്സ് പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് ചെറിയൊരു ഇഷ്ടമില്ലായ്മ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സംസാരിക്കുമെന്നാണ് അവർ പറയുന്നത്. അവസാനം എനിക്കൊരു സ്പെഷ്യൽ ഹോംവർക്കൊക്കെ തന്നു. ചാറ്റർ ബോക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് എനിക്ക് ഹോംവർക്ക് തന്നത്. എനിക്ക് ചാറ്റർ ബോക്സിനെ കുറിച്ച് എന്ത് എഴുതണമെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സൈലൻ്റായിട്ട് ആ നോട്ട്ബുക്കിൽ ആ ടൈറ്റിൽ എഴുതിയെടുത്തിട്ട് ബാഗിനകത്ത് തിരിച്ചു വെച്ച് അവിടെ ഇരുന്നു. That evening, after I had finished the rest of my homework, the note about the essay caught my eye. I began thinking about the subject while chewing the tip of my fountain pen. Anyone could ramble on and leave big space between the words, but the trick was to come up with convincing arguments to prove the necessity of talking. I thought, and suddenly I had an idea. I wrote 3 pages Mr. Kissing had assigned me and was satisfied. I argued that talking is a student's trait, that I would do my best to keep it under control, but that I would never be able to cure myself of the habit since my mother talked as much as I did, if not more, and that there is not much you can do about inherited traits. അപ്പോൾ ഈവനിങ്ങിൽ വീട്ടിൽ എത്തി ബാക്കിയുള്ള ഹോംവർക്കും തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഈ നോട്ടും അതിനകത്ത് ചാറ്റർ ബോക്സിനെ കുറിച്ച് എസ്സേ എഴുതണമെന്നൊക്കെ കണ്ടത്. അപ്പോൾ ആനി ഫ്രാങ്ക് ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി എന്തിനെക്കുറിച്ച് എഴുതാം, അല്ലെങ്കിൽ
ആനി ഫ്രാങ്ക് പറയുന്നതെന്ന് വെച്ചാൽ ഈ 2 വേർഡ്സിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇട്ട് പറ്റിക്കാൻ പറ്റും, പക്ഷേ എന്താണ് അവിടെ വാല്യുബിളായ ആർഗ്യുമെൻറ്റ്സ് വെച്ച് അവിടെ പ്രൂവ് ചെയ്യണം, അതാണ് ബുദ്ധിമുട്ട്. അപ്പോൾ സഡനായിട്ട് ആനി ഫ്രാങ്കിനൊരു ഐഡിയ കിട്ടി. അവർ 3 പേജ് എസ്സേ എഴുതി. എന്നിട്ട് മിസ്റ്റർ കെസിങ്ങിൻ്റെ അടുത്തൊക്കെ അവിടെ ആർഗ്യൂ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടോക്കിംഗ് അല്ലെങ്കിൽ സംസാരം എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ട്രെയിറ്റ് ആണ്, പക്ഷേ അത് ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അതിനെ എനിക്ക് സ്വന്തമായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ അമ്മയും ഒരുപാട് സംസാരിക്കും ഇതുപോലെ എന്നെപ്പോലെ. ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ ജനിതകപരമായ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഒരിക്കലും ക്യൂർ ചെയ്ത് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. മിസ്റ്റർ കെസിങ് ഹാഡ് എ ഗുഡ് ലാഫ് at my arguments, but when I processed to talk my way through the next lesson, he assigned me a second essay. This time, it was supposed to be on an incorrigible chatterbox. I handed it, and Mr. Kissing had nothing to complain about for 2 whole lessons. However, during the 3rd lesson, he had finally had enough. Annie Frank, as punishment for talking in the class, write an essay entitled Quack, 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 said Mistress Chatterbox. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു എസ്സേ കൊടുത്തു. ആൻ ഇൻകോറിഗബിൾ ചാറ്റർ ബോക്സ്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ചാറ്റർ ബോക്സ് എന്ന് പറഞ്ഞ എസ്സേ കൊടുത്തു. അതിനുശേഷം കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ പണിഷ്മെൻറ്റൊന്നും കൊടുത്തില്ല. ലാസ്റ്റ് വീണ്ടും ഒരു പണിഷ്മെൻറ്റ് കൊടുത്തു ക്ലാസ്സിൽ ഇരുന്ന് സംസാരിക്കുന്നതിന്. അതിൻ്റെ എസ്സേയുടെ ടൈറ്റിലാണ് ക്വാക്ക് 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 ആസ് സെഡ് മിസ്ട്രസ് ചാറ്റർ ബോക്സ്. The class roared. I had to laugh too, though I had nearly exhausted my ingenuity on the topic of chatterboxes. It was time to come up with something else, something original. My friend San, who is good at poetry, offered to help me write the essay from beginning to end in verse, and I jumped for joy. Mr. Kessing was trying to play a joke on me with this ridiculous subject, but I had make sure the joke was on him. അപ്പോൾ ഈ ടോപ്പിക്ക് കേട്ടപ്പോൾ എല്ലാവരും ഭയങ്കര ചിരിക്കുകയാണ്. ക്ലാസ് മൊത്തം ചിരിച്ചു. ആനി ഫ്രാങ്കിന് ചിരിക്കാതിരിക്കാൻ നിവർത്തിയൊന്നുമില്ല, അവരും ചിരിച്ചു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പുതിയ ടെക്നീക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, ഈ ടോപ്പിക്കിനെ ഡീൽ ചെയ്യാൻ എന്തെങ്കിലും ടെക്നീക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ഫ്രണ്ട് സാനി ഒരു കാര്യം, അവർ പോയട്രിയിലൊക്കെ നല്ല കഴിവുള്ള ആളാണ്, അതുകൊണ്ടൊരു ടെക്നീക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അവർ ഹെൽപ്പ് ചെയ്യാൻ, ഈ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ ആനി ഫ്രാങ്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടീച്ചർ ശ്രമിക്കുന്നത് ആനി ഫ്രാങ്കിൽ കളിയാക്കി കുറച്ച് ഫൺ ഉണ്ടാക്കുക എന്നുള്ളതാണ് ശ്രമം. പക്ഷേ ആനി ഫ്രാങ്കിന് ഇത് തിരിച്ച് അദ്ദേഹത്തിൻ്റെ തലയിൽ തന്നെ വെക്കണം. I finished my poem, and it was beautiful. It was about a mother duck and a father swan with 3 baby ducklings who were bitten to death by the father because they quacked too much. Luckily, Mr. Kessing took the joke the right way. He read the poem to the class, adding his own comments, and to several other classes as well. Since then, I have been allowed to talk and haven't been assigned any extra homework. On the contrary, Mr. Kessing always making jokes these days. അപ്പോൾ അവസാനം ആ പോയം അല്ലെങ്കിൽ പോയട്രിയിൽ ക്വാളിറ്റിയുള്ള ഫ്രണ്ടിൻ്റെ സഹായത്തോടു കൂടി ആനി ഫ്രാങ്ക് ഒരു പോയം എഴുതി. പോയം എന്ന് പറയുന്നത് എന്താണ്, ഒരു മദർ ഡക്കിനെയും ഒരു ഫാദർ സ്വാനിനെയും പിന്നെ അവരുടെ 3 ബേബി ഡക്ലിങ്സിനെയും പറ്റിയാണ്. അപ്പോൾ ഇതിനകത്ത് കഥയിൽ ആ ബേബി ഡക്ലിങ്സിനെ എന്ത് ചെയ്യും, ഫാദർ കൊല്ലും. കാരണം അവർ ക്വാക്ക് ചെയ്തു അല്ലെങ്കിൽ ഒരുപാട് ഇടുന്ന ശബ്ദം ഉണ്ടാക്കി, അതിൻ്റെ പേരിലാണ് കൊല്ലുന്നതെന്നാണ് ഈ പോയത്തെ ഒരു ഫൺ ആയിട്ട് എഴുതിയതാണ്. അപ്പോൾ അദ്ദേഹം ഭാഗ്യത്തിന് ഈ ടീച്ചറും അദ്ദേഹം ഫൺ റൈറ്റ് വേയിലെടുത്തു, അല്ലെങ്കിൽ ശരിയായിട്ട് തന്നെ എടുത്തു. അദ്ദേഹം ഈ ക്ലാസ്സിലൊക്കെ ഈ പോയം വായിച്ചു, എന്നിട്ട് കുറച്ച് കമൻസ് ഒക്കെ ഇട്ടു. അതിനുശേഷം ബാക്കിയുള്ള ചില ക്ലാസ്സിലുള്ള അദ്ദേഹം ഈ പോയം തന്നെ വായിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആനി ഫ്രാങ്കിനെ സംസാരിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അധികം ഹോംവർക്ക് എസ്സേ അങ്ങനെയുള്ള പരിപാടിയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.